ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 44 പേരെ കൂടി രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസ വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. ITBP സംഘമാണ് ഇവരെ പുറത്തെത്തിച്ചത്. ഇതുവരെ 5 മരണമാണ് സ്ഥിരീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയും റോഡുകൾ തകർന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കരസേനയും വ്യോമസേനയും ഒക്കെ സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുകയാണ്. സ്വാതി, ദുഷ്കരമായ ഒരു സാഹചര്യമാണ് രക്ഷാപ്രവർത്തനത്തിന്. പക്ഷേ എങ്കിൽ പോലും 44 പേരെ കൂടി ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ അവിടെ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും പുതിയതായി ലഭിക്കുന്നുണ്ടോ? മനു, ഉത്തരാകാശിയിലെ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ശക്തമായ ഊർജിതമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ആ പ്രദേശങ്ങളിൽ പുരോഗമിക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ രക്ഷാപ്രവർത്തനം ദുർഘടമാണ്. കാരണം റോഡുകളും പാലങ്ങളും ഒക്കെയും പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ട് എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൌത്യത്തിലേക്കാണ് സൈന്യം പോയിട്ടുള്ളത്. കരസേനയും അതോടൊപ്പം വ്യോമസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒരുമിച്ചുകൊണ്ട് സംയുക്തമായ ഒരു രക്ഷാദൌത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ 44 പേരെ കൂടി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. എന്നാൽ 100-ലധികം പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെയും ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മലയാളികൾ, ഗംഗോത്രിയിൽ ഉൾപ്പെടെയുള്ള മലയാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ സേനയെയും അതോടൊപ്പം സംഘത്തെയും ഈ പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കുവാനുള്ള തീരുമാനമാണ് ഭരണകൂടം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്ക് അവരെ എത്രയും പെട്ടെന്ന് മറ്റു സംഘങ്ങളെ കൂടെ എത്തിച്ചുകൊണ്ട് ഈ പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്തുവാനുള്ള ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ സേന സംയുക്തമായി. സ്വാതി, ഇതിനകത്ത് എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിലൊരു വ്യക്തത അവിടുത്തെ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ഭരണ സംവിധാനങ്ങൾക്കോ ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിൽ കൃത്യമായൊരു കണക്കുകൾ ഇപ്പോൾ ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. കാരണം വിവിധ മേഖലകൾ, അതായത് വിനോദസഞ്ചാരികളുണ്ട്, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, അതോടൊപ്പം ആ ഗ്രാമത്തിലുണ്ടായിരുന്നവർ ഒക്കെയുമാണ് ഈ പ്രദേശത്ത് നിന്നും കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചൊരു വ്യക്തമായ കണക്ക് ഇതുവരെയും പുറത്തുവിടാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കൂടുതൽ പ്രയാസമാവുകയും ചെയ്യും. ഓരോ ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെ ഒക്കെയും കണക്ക് ശേഖരിച്ചുകൊണ്ടാണ് ഈ എത്ര പേര് ആകെ കാണാതായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഒക്കെയും വരികയുള്ളൂ. ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 100ഓളം പേർ ഇതിനോടകം കാണാതായിട്ടുണ്ടെന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെയും നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെയും ഒക്കെയും ഭാഗമായി ഒരു 160ഓളം പേരെയൊക്കെയും പുറത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഒരു 44 പേരെ കൂടി രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഈ കണക്കുകൾ സംബന്ധിച്ചൊരു ഔദ്യോഗിക വിവരം സൈന്യം അല്ലെങ്കിൽ ഭരണകൂടം ഒടുവിൽ പുറത്തുവിടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു, ശരി. സ്വാതി വിവരങ്ങൾ നൽകിയത്. 44 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും എത്ര ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ലഭ്യമാകുന്നില്ല എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എത്ര പേർ ആ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നതിൽ വ്യക്തതയില്ല. പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.